കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി കവർ ചെയ്തിരുന്നു. അതിൻ്റെ അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ്? ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആ ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക എന്നതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്വം. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേഷന് കീഴിൽ വന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും HR, PRO, ഫ്രണ്ട് ഓഫീസ്, അതുപോലെ തന്നെ ഫിനാൻസ്, ഇതേപോലെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഓഫീസിനെ പറ്റിയാണ്. എന്താണ് ഫ്രണ്ട് ഓഫീസ്? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഓഫീസിലേക്കാണ്, അല്ലേ? നമ്മൾ ആദ്യം തന്നെ ആരും തന്നെ നേരെ ഓടിച്ച് ചെന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കാണാൻ ചെല്ലാറില്ല. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് അവരായിട്ട് സംസാരിച്ച് എന്നതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന എംപ്ലോയീസിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? ഒരു കസ്റ്റമർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സാണ് അവിടെ വരുന്ന പേഷ്യൻസ്. അപ്പോൾ ഈ പേഷ്യൻ്റ് വരുമ്പോഴേക്കും ആ പേഷ്യൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഫ്രണ്ട് ഓഫീസിൻ്റെ ഉത്തരവാദിത്വം. അത് മാത്രമാണോ? ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരുടെ കാര്യങ്ങൾ, ആ ഹോസ്പിറ്റലിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡീറ്റെയിൽസ് തുടങ്ങിയ ആ ഹോസ്പിറ്റലിനെ പറ്റി മൊത്തം കാര്യങ്ങളും ആ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് പറഞ്ഞ പോലെ ഒരു പേഷ്യൻ്റ് കടന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ട കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിൻ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാൻ പാടില്ല ആ വന്ന വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക, ആ വ്യക്തിനെ നന്നായിട്ട് കേൾക്കുക, ഒരു ആക്റ്റീവ് ലിസണറായിട്ടിരിക്കുക. അതിനുശേഷം അവർക്ക് വേണ്ടത് എന്താണോ അത് അവരിലേക്ക് നമുക്ക് ഷോർട്ടായിട്ടുള്ള വേയിൽ നമ്മൾ കൺവേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സ്കില്ല് ഈ ഒരു ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടത്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോഴേക്കും ചിലർക്കെങ്കിലും ചോദിക്കും, അയ്യേ കുഞ്ഞു ജോലി, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലിരിക്കുമ്പോഴേക്കും അയ്യേ ഫ്രണ്ട് ഓഫീസോ എന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഒരിക്കലും. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ നെടുന്തൂണ് എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തി നമ്മുടെ അടുത്ത് റൂഡായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പിന്നെ അവിടെ രണ്ടാമത് ചെല്ലുമോ? ഒരിക്കലും ഇല്ല. നമ്മളോട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മുതൽ ഫ്രണ്ട് ഓഫീസ് മാനേജർ വരെയുള്ള പോസ്റ്റുകളുണ്ട്. അല്ലാതെ നമ്മൾ ആ ഒരു റിസപ്ഷനിസ്റ്റ് എന്നുള്ളൊരു ചെറിയൊരു പോസ്റ്റ് മാത്രം ഒതുങ്ങുന്നതല്ല. അവിടെ ഒത്തിരി വലിയ വലിയ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് നമ്മളെയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തിനെയാണ്. നമ്മളാ ഒരു രോഗി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, ഫസ്റ്റ് തന്നെ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരുടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അവരോട് സംസാരിക്കുക, അതിനുശേഷം അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക. ഇതാണ് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തി മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അവരുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ആ വെയിറ്റിംഗ് ടൈമും നമുക്ക് വേണ്ട വിധത്തിൽ കുറയ്ക്കാനായിട്ട് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തി വഴി അല്ലെങ്കിൽ ഒരു എംപ്ലോയി വഴി സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക്, റിസപ്ഷനിസ്റ്റിന്, അവർക്കൊക്കെ വേണ്ട കുറച്ച് സ്കിൽസ് ഞാൻ പറഞ്ഞു. നേരത്തെ ഒരു സ്കില്ല് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതുകൂടാതെ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസാണ് ടെലിഫോണിക് എത്തിക്കേറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ തന്നെ ഒത്തിരി സ്കിൽസ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ കുറേ സ്കിൽസ് ഇവർക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ടെലിഫോണിക് എത്തിക്കേറ്റ് നമുക്കറിയാം. നമ്മൾ ഫ്രണ്ട് ഓഫീസിലിരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് വരുന്ന രോഗികൾ മാത്രമല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അതേസമയം നമുക്ക് ഫോൺ കോൾസ് വരും, ഇമെയിൽസ് വരും, കുറേ കാര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഫോൺ ത്രൂ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോൺ കോളിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതുമാത്രമല്ല, എപ്പോഴും അപ്പുറത്തുനിന്ന് ഒരു ഉത്തരം വരട്ടെ അല്ലെങ്കിൽ അവിടെ നിന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഫോൺ എടുത്ത ഉടനെ തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുക. അതിപ്പോൾ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ നമ്മുടെ ആ ടൈം അനുസരിച്ച് അവർ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക. ഗ്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാം. ആൻഡ് അതിൻ്റെ പുറമെ തന്നെ നമുക്ക് ചോദിക്കാം ഹൗ ക്യാൻ യു ഹെൽപ്പ് യു സർ എന്ന് ചോദിക്കാം. അതിനുശേഷമാണ് അവിടെ നിന്ന് ഉത്തരം വരേണ്ടത്. അല്ലാതെ അവർ പറയട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാ നോർമൽ കോൾ ചെയ്യുന്ന പോലെ ഹലോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്. അതുമാത്രമല്ല, അവിടെ നിന്ന് റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്യുകയല്ല വേണ്ടത്. സോ അങ്ങനെ നമ്മൾ ടെലിഫോൺ കോളിൽ അല്ലെങ്കിൽ നമ്മൾ ഫോൺ കോളിലൂടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതൊക്കെ ഇവരുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സ്കിൽസിൽ പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒത്തിരി സ്കിൽസും അല്ലെങ്കിൽ ഒത്തിരി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ഉള്ള അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഓരോ ഓർഗനൈസിങ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്
ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, എന്തുകൊണ്ടും ഏറ്റവും മികച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു, ഫ്രണ്ട് ഓഫീസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അത് ഏതാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, ബൈ.